അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. പരിശുദ്ധമാകുന്ന റമദാൻ മാസത്തിന്റെ ഏറ്റവും ചരിത്ര സംഭവമായ ലോകം മുസ്ലിമീങ്ങളുടെ ഹൃത്തടങ്ങളിൽ മായാതെ എന്നും ഓർമ്മയായി ജ്വലിച്ചു നിൽക്കുന്ന ഒന്നാണ് ബദർ എന്നുള്ളത്. ലോകത്ത് ഒരുപാട് സമരങ്ങള്, ധർമ്മസമരങ്ങൾ, പടപ്പുറപ്പാട്ടുകള്, പടയോട്ടങ്ങള്, യുദ്ധങ്ങൾ, അങ്ങനെ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ യുദ്ധങ്ങളും സമരങ്ങളും പടയോട്ടങ്ങളുമെല്ലാം പിന്നീട് വ്യത്യസ്തമാകുന്ന രൂപങ്ങളിലേക്ക് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് അസത്യത്തിനെതിരെ സത്യത്തിന്റെ പടയോട്ടം നടക്കുന്നത്. ധർമ്മത്തിനെതിരെ വന്ന അധാർമികതയ്ക്കെതിരെ പടയോട്ടം ഉണ്ടാകുന്നത്. ആദർശത്തിൽ കൈകടത്താൻ വന്ന ശത്രുക്കളുടെ മുന്നിൽ ധർമ്മസമരം നടത്തിയതാണ് ബദർ എന്നുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഇസ്ലാമിൽ സഹിച്ചിട്ടുണ്ട്. അവിടുത്തെ വിശ്വസിച്ച അനുചരന്മാരാകുന്ന സ്വഹാബ കിറാമ് ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചിട്ടുണ്ട്. ബദർ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, ബദറിനെ കുറിച്ച് പറയുമ്പോൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് ലഭിച്ച് 13 വർഷക്കാലയളവിൽ മക്കത്തുൽ മുകറമയിൽ ഹബീബായ തങ്ങളെ ഇസ്ലാമിക പ്രബോധനവുമായി വരുമ്പോൾ ശത്രുപക്ഷത്തിൽ നിന്നും ഒരുപാട് യാതനകള്, വേദനകള്, വിഷമങ്ങള് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ വിശ്വസിച്ച സ്വഹാബ കിറാമും നേരിട്ടിട്ടുണ്ട്. ഈ ഒരു വേദനയുടെയും യാതനയുടെയും ഫലമായി സ്വഹാബാക്കളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമാകുന്ന ദീനിൽ വിശ്വസിച്ച സ്വഹാബ കിറാമിനെ ശത്രുക്കൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മഹദിയാകുന്ന സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയെ പരിശുദ്ധമാകുന്ന ഇസ്ലാം പുൽകിയതിന്റെ പേരിൽ ശത്രുക്കൾ ഒരുപാട് വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും അവസാനം സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയെ 2 ഒട്ടകങ്ങളിലായി അവിടുത്തെ കാലുകൾ ബന്ധിപ്പിച്ച് 2 ഒട്ടകങ്ങളെ 2 ഭാഗത്തേക്ക് ഓട്ടിക്കുകയും സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയെ 2 കഷ്ണമായിട്ട് ഷഹീദായ ഇസ്ലാമിലെ ആദ്യത്തെ വനിതയാണ് മഹദിയാകുന്ന സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ. ഇതെല്ലാം നേരിടുന്നത് മക്കയിൽ വെച്ചാണ്. ഇസ്ലാം പുൽകിയതിന്റെ പേരിലാണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ശ്വാസം മുട്ടിച്ച് പുകയുള്ള റൂമിലേക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് സ്വഹാബാക്കളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും അവരെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത ആ കഠിനമാകുന്ന വേദനകൾക്കൊടുവിൽ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുക എന്നുള്ളത്. മക്കയിൽ പരിശുദ്ധമാകുന്ന ദീനി പ്രബോധനം നടത്തുക, ഇനി മദീനയിലും പരിശുദ്ധമാകുന്ന ദീനിന്റെ വെള്ളി വെളിച്ചങ്ങളെ സമൂഹത്തിലെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്നും ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ മദീനയിൽ 13 വർഷക്കാലങ്ങൾക്ക് ശേഷം ഹബീബായ തങ്ങളുടെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെ മദീനയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും പരിശുദ്ധമാകുന്ന ദീൻ അനുസരിച്ച് ജീവിക്കുകയും ദീനി പ്രബോധനങ്ങൾ നടത്തുകയും അങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു ജീവിതങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അബൂ സുഫിയാനും സംഘവും മക്കയിൽ നിന്നും ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയും ആ ഷാമിൽ നിന്നും 50,000-ത്തിലധികം ലാഭങ്ങൾ കൊയ്തുകൊണ്ട് തിരിച്ചു മക്കയിലേക്ക് പോകുന്ന ഒരു വാർത്ത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സ്വഹാബാക്കളെയും ഒരുമിച്ച് കൂട്ടി മുത്തനബി പറഞ്ഞു, നമ്മളുടെ സ്വത്ത്
നമ്മൾ മക്കയിൽ ഉപേക്ഷിച്ചു പോയ നമ്മുടെ വീടുകൾ, നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന സ്വഹാബാക്കളുടെ എല്ലാ സമ്പത്തും അപഹരിച്ച് അതിൽ നിന്നുള്ളതായ എല്ലാ സമ്പത്തും ശേഖരിച്ച് ഷാമിൽ പോയി കച്ചവടം നടത്തി തിരിച്ചു വരുന്ന അബൂ സുഫിയാനും സംഘവും 50,000-ലധികം ലാഭങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇത് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട മുതലായിരുന്നു, അർഹതപ്പെട്ട സ്വത്താണ്. ആ സ്വത്തിനെ സംബന്ധിച്ചാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു കൊടുക്കുന്നത്. സ്വഹാബാക്കളുമായി ഹബീബായ തങ്ങൾ മുശാവറ നടത്തുന്നു. ആ മുശാവറയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, നമ്മൾ എന്തു ചെയ്യണം? സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, അങ്ങ് എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യും. മക്കയിൽ കഠിനമായ ത്യാഗങ്ങൾ നമ്മൾ സഹിച്ചതല്ലേ, മഹദിയാകുന്ന സുമയ്യ ബീവിയെ ക്രൂരമായി കൊന്നതല്ലേ. അപ്പോഴെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്വബറൻ ജമീല, സ്വബറൻ ജമീല, നല്ലതുപോലെ ക്ഷമിക്കുക, നല്ലതുപോലെ ക്ഷമിക്കുക. ആ ക്ഷമയാണ് ഞങ്ങൾ ഇത്രയും നാളും കൊണ്ടു നടന്നത്. ഇനിയും നബിയെ അങ്ങ് എന്താണോ പറയുന്നത് അത് അനുസരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്ക് ആ സ്വത്ത് അത് നമുക്ക് അർഹതപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് നമുക്ക് മേടിച്ച് എടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നും ബദർ വഴിയാണ് അബൂ സുഫിയാനും സംഘവും മക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ബദറിൽ വെച്ച് നമുക്ക് അവരെ തടയണം, നമ്മുടെ സ്വത്തുക്കൾ ചോദിക്കണം, നമുക്ക് അർഹതപ്പെട്ടതും വാങ്ങിയെടുക്കണം. ഈ ഒരു നിയ്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 300-ൽ അധികം വരുന്ന സ്വഹാബാക്കളും ചേർന്ന് മദീനയിൽ നിന്നും ബദറിലേക്ക് വരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 സ്വഹാബാക്കളെ ബദറിലെ വാർത്ത അറിയുന്നതിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവര് ബദറിലേക്ക് വരുമ്പോൾ അവിടെ 2 സ്ത്രീകൾ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകൾ നടക്കുന്നു. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ട്, അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കടം മേടിച്ച സ്ത്രീ പറയുകയാണ്, 2 ദിവസം കഴിഞ്ഞാൽ അബൂ സുഫിയാനും സംഘവും ഇവിടെ വരും. ആ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന പൈസ നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ കടം ഞാൻ വീടുമെന്ന് പറഞ്ഞപ്പോൾ ഇത് ആ സ്വഹാബാക്കൾ കേൾക്കുകയും ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ശരിയാണ് നബിയെ, അബൂ സുഫിയാൻ ബദർ വഴിയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ 2 സ്ത്രീകളുടെ വാർത്തകൾ കേൾക്കാൻ കാരണമായിട്ടുണ്ട്. അബൂ സുഫിയാൻ ഇത് വേറൊരു രൂപത്തിൽ അറിയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ബദറിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അബൂ സുഫിയാൻ അറിയുന്നു. അങ്ങനെ അബൂ സുഫിയാൻ ഒരാളെ പറഞ്ഞു വിട്ടു, എന്താണ് അവിടെ നടന്നത് എന്നറിയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 2 സ്ത്രീകളോട് അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവിടെ 2 സ്വഹാബാക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് എന്നറിയുകയില്ല. അബൂ സുഫിയാൻ മനസ്സിലായി, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽപ്പെട്ട 2 പേരാണ് എന്ന് മനസ്സിലാക്കുകയും ലംറബ് ബിൻ ഗിഫാർ എന്ന് പറയുന്ന ആളെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞു വിട്ടു. അബൂ സുഫിയാനെയും സംഘത്തിനെയും തടയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മക്കയിൽ നിന്നും ആളുകൾ വരണം എന്ന് ലംറബ് ബിൻ ഗിഫാർ എന്ന് പറയുന്ന ആളെ പറഞ്ഞു വിടുകയും അദ്ദേഹം നേരെ മക്കയിൽ ചെന്ന് അവിടെ പോയി അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ ചെവികൾ അറക്കുന്നു, ഒട്ടകത്തിന്റെ മൂക്ക് അറക്കുന്നു, ഒട്ടകത്തിന്റെ പള്ള കീറുന്നു. ഇതെല്ലാം കണ്ട് ജനങ്ങൾ ഓടി വരികയാണ്. അതിനു മുമ്പ് ആത്തിക്ക ബീവി ഒരു സ്വപ്നം കാണുകയാണ്. അബീ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും വലിയൊരു പർവ്വതം ഉരുണ്ട് വന്ന്, വലിയൊരു കല്ല് ഉരുണ്ട് വന്നിട്ട് അത് താഴെ വീട് പൊട്ടിത്തരിപ്പണമായി അതിധൂളികളായി ഇങ്ങനെ പരന്നു വരുന്നു എന്നാണ് ആത്തിക്ക ബീവി സ്വപ്നം കാണുകയും ആത്തിക്ക ബീവി ആ സ്വപ്നം അബ്ബാസ് എന്നവരോട് പറയുകയും അബ്ബാസ് അത് വേറൊരു ആളോട് പറഞ്ഞ് അവസാനം ഈ ഒരു സ്വപ്നം അബൂജഹലിന്റെ കൊട്ടാരത്തിൽ വരെ ചർച്ചകളാവുകയാണ്. അബൂജഹല് ഈ സ്വപ്നത്തിന്റെ പേരിൽ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കവെയാണ് ലംറബ് ബിൻ ഗിഫാർ എന്ന് പറയുന്ന ആള് ഈ ഒട്ടകത്തിനെ മൂക്കറക്കുന്നതും വിളിച്ചു പറയുകയാണ്, മുഹമ്മദും സംഘവും അബൂ സുഫിയാനെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ട്
ഓ മക്കയിലെ അഹിലുകാരെ, നിങ്ങൾ അറിയുന്നില്ലേ, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി മുഹമ്മദും സംഘവും വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ മക്കയിൽ നിന്നും പുറപ്പെടണം, എത്രയും പെട്ടെന്ന് മക്കയിൽ നിന്നും പുറപ്പെടണം എന്ന് അതാ വിളിച്ചു പറയുകയാണ്. ഈ അടിസ്ഥാനത്തിൽ അബൂജഹലും കൂട്ടരും അതാ ബദറിലേക്ക് പുറപ്പെടുന്നു. അബൂജഹലിന്റെ കൂടെ 1000-ഓളം ആളുകളുണ്ട്. അവർ എന്തുകൊണ്ടും സന്നദ്ധരാണ്. അവരുടെ കയ്യിൽ കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, പടയങ്കികളുണ്ട്. സർവസമ്പന്നമായിട്ടാണ് അബൂജഹല് പുറപ്പെടുന്നത്. അങ്ങനെ അബൂജഹല് മക്കയിൽ നിന്നും ഉത്തുബത്ത്, ഷെയ്ബത്ത്, വലീദ് തുടങ്ങിയ മക്കയിലെ കിങ്കരന്മാർ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് അബൂ സുഫിയാൻ ബദർ വഴി അല്ല, തീരദേശത്തൂടെ, കടൽ മാർഗം, കടലിന്റെ പ്രദേശത്തുകൂടെ അബൂ സുഫിയാനും സംഘവും അതാ മക്കയെ ലക്ഷ്യം വെച്ച് കടന്നു വരുന്നു. അങ്ങനെ വന്ന വഴിയിൽ അബൂ സുഫിയാൻ വീണ്ടും പറയുകയാണ്, ഒരാളെ പറഞ്ഞു വിട്ടിട്ട് അബൂജഹലിനോട് അറിയിക്കണം, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് അബൂജഹലിനെ അറിയിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഞങ്ങൾ മടങ്ങാനാണ്. ഞങ്ങൾ എങ്ങനെയാണ് മടങ്ങുന്നത്? ഞങ്ങൾ ഇനിയൊരു മടക്കമില്ല. കാരണം ഇനി അബൂ സുഫിയാനെ തടഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് മുഹമ്മദിനെ വകവരുത്തണം, ഇസ്ലാമിനെ നശിപ്പിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുചരന്മാരാകുന്ന സ്വഹാബാക്കളെയും ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ് അബൂജഹല് വീറും വാശിയോടുകൂടെ അതാ ബദറിലേക്ക് കടന്നു വരികയാണ്. ഇത് കണ്ട് അബൂജഹലിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേർ തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ അബൂജഹല് കൂട്ടരും അതാ ബദറിലേക്ക് വരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നും പുറപ്പെട്ടു ബദറിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് അതാ മുഖറബിനുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഓ നബിയെ, നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം മാറിയിട്ടുണ്ട്, യാത്രയുടെ ഉദ്ദേശങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം അബൂ സുഫിയാൻ മക്കയിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളത് അതാ എന്തിനും തയ്യാറായി വരുന്ന 1000-ഓളം വരുന്ന വലിയൊരു സമൂഹത്തിന്റെ മുന്നിലേക്കുള്ള ധർമ്മ സമരമാണ് നബിയെ അങ്ങയുടെ മുന്നിലുള്ളത് എന്ന് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി അറിയിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ സ്വഹാബാക്കളെയും വിളിച്ചിരുത്തി എല്ലാവരോടും പറഞ്ഞു, ഇനി നമ്മൾ എന്തു ചെയ്യാം? അതാ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന ആളുകൾ വരുന്നുണ്ട്. ശത്രുക്കൾ 1000-ഓളം വരുന്ന ശത്രുക്കൾ വരുന്നുണ്ട്. അവരുടെ കരങ്ങളിൽ 700 ഒട്ടകങ്ങളുണ്ട്, 600 പടയങ്കികളുണ്ട്, 100 കുതിരകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 70 ഒട്ടകം, 60 പടയങ്കി, 3 കുതിരകൾ മാത്രമേ ഉള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മൾ എന്തു ചെയ്യും? അങ്ങനെ മുഹാജിറുകൾ പറഞ്ഞു, നബിയെ, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം, നമുക്ക് മുന്നോട്ട് പോകണം, എന്നിട്ട് അവരെ വകവരുത്തണം, നമുക്ക് ബദറിലേക്ക് തന്നെ പോകാം എന്ന് മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുടങ്ങി സ്വഹാബാക്കൾ മുഴുവനും നമുക്ക് ബദറിലേക്ക് പോകാം എന്ന് പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞത് മുഹാജിറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് മുത്തുനബിയുടെ കൂടെ വന്ന മുഹാജിറുകളാണ് ഇതെല്ലാം പറയുന്നത്. ആ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, നബിയെ, ബനൂ ഇസ്രായേലുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ നബിയെ ഞങ്ങൾ പറയുകയില്ല, ഇദ്ഹബ് വ അന്ത റബ്ബുക ഖാതില ഇന്ന ഹാഹുന ഖാഇദൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനോട് പറയുകയാണ്, നമുക്ക് യുദ്ധം ചെയ്യാൻ പോണം എന്ന് പറഞ്ഞപ്പോൾ ബനൂ ഇസ്രായേലികൾ മൂസാ നബിയോട് പറഞ്ഞു, നീയും നിന്റെ ശക്തനായ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ മാറി ഇരുന്നു കൊള്ളാം എന്ന് ബനൂ ഇസ്രായേലികൾ പറഞ്ഞത്. ബനൂ ഇസ്രായേലികൾക്ക് സ്വർഗത്തിൽ നിന്നും ഭക്ഷണം ഇറക്കി കൊടുത്ത ആളുകളായിരുന്നു ബനൂ ഇസ്രായേലികൾ. അവർ പറഞ്ഞതുപോലെ നബിയെ ഞങ്ങൾ പറയുകയില്ല എന്ന് സ്വഹാബാക്കൾ പറയുകയാണ്. അപ്പോഴാണ് അൻസാറുകളുടെ ഭാഗത്തു നിന്നും അൻസാറുകളുടെ നേതാവാകുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് മുന്നിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങളോട് പറഞ്ഞാലും നബിയെ ഞങ്ങൾ അത് ചെയ്യും നബിയെ. അതുകൊണ്ട് അങ്ങ് എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ ഉള്ളത് എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ എല്ലാവരും സജ്ജരായി. 70 മുഹാജിറീങ്ങളുണ്ട്, 253 അൻസ്വാരികളുണ്ട്. അങ്ങനെ തുടങ്ങി 313 സ്വഹാബാക്കളുമായി അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ബദറിലേക്ക് പുറപ്പെടുകയാണ്. ഒരു വെളുത്ത കൊടിയുണ്ട്. ആ വെളുത്ത കൊടി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. കറുത്ത കൊടി അലി റളിയല്ലാഹു അൻഹുവിന്റെയും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെയും കരങ്ങളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തു. ബദ്റുൽ ഹുദാ യാസീനൻ നബി ഖറജ അന്നേരം ബദർകടി പൂജന്മൻ കൊണ്ടിടയതിലൊன்று അബിയവ് വർണ്ണമതാ പിൻരണ്ടും അസ്വദുവാമേ. വെളുത്ത കൊടി മുന്നിലും രണ്ട് കൊടികൾ ബാക്കിലുമായി അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ അതാ മദീനയിൽ നിന്നും ബദറിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ബദറിൽ വെള്ളം ഉള്ള സ്ഥലത്ത് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഘവും തമ്പടിക്കുകയാണ്. അവിടെ നല്ല ചെളി പുരണ്ടിട്ടുണ്ട്. നല്ല ചെളിയുള്ള സ്ഥലമായിരുന്നു. അവിടെ അതാ റമദാൻ ഹിജ്റ 2-ാം വർഷം റമദാൻ 7-നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നും ബദറിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ബദറിലെത്തി 16-ാമത്തെ നോമ്പിന് 17-ന് റമദാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. 16-ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എല്ലാവരും വ്യാഴാഴ്ച ദിവസം അവിടെ തമ്പടിക്കുന്നു, അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ദിവസത്തിൽ നല്ല മഴ പെയ്യും. ആ മഴ പെയ്തപ്പോൾ എല്ലാ സ്വഹാബാക്കളും കുറഞ്ഞ സ്വഹാബാക്കളൊക്കെ ചേർന്ന് അവിടെ ചെറിയൊരു ടണല് കെട്ടുകയും അതിനുള്ളിലേക്ക് വെള്ളം ശേഖരിക്കുകയും ചെറിയ ഹൗളുകള് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ടെന്റ് അടിച്ചു. ആ ടെന്റിൽ ഹബീബായ തങ്ങളുടെ ഇബാദത്തിലാണ്, അള്ളാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കടന്ന് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്നു. യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്റുകൾ സ്വഹാബാക്കളും മുത്തുനബിയും ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ബദറിൽ ഏറ്റവും കൂടുതൽ കേട്ട ശബ്ദം യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്റായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ടെന്റിൽ കഴിയുകയാണ്. അവിടെ സുജൂദിലാണ്. അവിടെ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ ചെറിയൊരു സംഘം എന്റെ സ്വഹാബാക്കള് അവര് വസ്ത്രമില്ലാത്തവരാണ്, അവർക്ക് നീ വസ്ത്രം നൽകും റബ്ബേ. അവർക്ക് പാദരക്ഷ ഇല്ലാത്തവരാണ്, അവർക്ക് നീ പാദരക്ഷ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, എന്റെ സ്വഹാബാക്കളെ നീ കാക്കണം അല്ലാ. ഈ ചെറിയൊരു സംഘം ഇവിടെ പരാജയപ്പെട്ടു പോയാൽ ലോകത്ത് നിന്നെ ആരാധിക്കാൻ, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, മുസ്ലിം എന്ന് പറയാൻ ലോകത്ത് ആരും ഉണ്ടാവില്ല. അള്ളാഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞ് സുജൂദിൽ ദുആ ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, അള്ളാഹു നമ്മളെ സഹായിക്കും നബിയെ, അങ്ങ് വിഷമിക്കണ്ട. വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു തരികയാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദർ, ബദറിൽ അല്ലാഹു സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, നിങ്ങൾ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെന്റ് അടിക്കുന്നു, അവിടെ സുജൂദിലായി കഴിയുന്നു, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്നു. സ്വഹാബാക്കൾ ഹൗദ് റെഡിയാക്കി. അങ്ങനെ ഹൗദൊക്കെ റെഡിയാക്കി അപ്പുറത്ത് അബൂജഹലും കൂട്ടരും ടെന്റ് അടിക്കുന്നു. അവിടെ അവർക്ക് യുദ്ധത്തിന് വേണ്ടി പ്രലോഭിപ്പിക്കാൻ, അവരെ പാട്ടുപാടി ഉത്സാഹിപ്പിക്കാൻ തരുണി മണികൾ അവരുടെ കൂടെയുണ്ട്. അവർക്ക് അറുത്തു ഭക്ഷിക്കാൻ ഒട്ടകങ്ങളുണ്ട്. അവർക്ക് താരാട്ട് പാടാനും അവർക്ക് വേണ്ടി പാടാനും ഡാൻസ് കളിക്കാനും പെണ്ണുങ്ങളുണ്ട്. അവർ കള്ളിലും മദ്യത്തിലും മദിരാശിയിലും അടിമയായിക്കൊണ്ട് അവർ ഉത്സാഹിക്കുകയാണ്, അവർ ആഹ്ലാദിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും വിശന്നു ഒട്ടിയ വയറുമായി പരിശുദ്ധമാകുന്ന റമദാനിൽ അവര് ഭക്ഷണം കഴിക്കാതെ, അവർക്ക് കൃത്യമായ വേണ്ടുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ ഇല്ലാതെ അവർ ഇപ്പുറത്തെ ടെന്റിൽ കഴിയുകയാണ്, റബ്ബിലേക്ക് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ഹൗദൊക്കെ റെഡിയാക്കുന്നു. അത് ആ ശത്രുപക്ഷത്ത് നിന്നും ഒരാൾ വരുന്നു. അസ്വദ് ഹൗദ് പൊളിക്കാൻ വേണ്ടി വരികയാണ്. അസ്വദ് പറഞ്ഞു, ഈ ഹൗദ് ഞാൻ പൊളിക്കും, ഈ ഹൗദിൽ ഞാൻ കാട്ടങ്കര് കലക്കി ഇത് വൃത്തികേടാക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനാകുന്ന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ചാടുകയാണ് അസ്വദിന്റെ നേരെ. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തംബിയ സുബദിൽ മാറടാ, വല്ലൽ നബി മഹമൂദ് ഹൗദീന്ന് വെള്ളം കുടിക്കുന്നോരാരടാ. ഹംസ റളിയല്ലാഹു അൻഹു
വളരെ ധൈര്യത്തോടെ അതാ അസ്വദിന്റെ നേരെ ചെന്നു. വെള്ളം കുടിക്കാമെങ്കിൽ വെള്ളം കുടിക്കാം, പക്ഷേ ഈ ഹൗദ് തകർക്കാൻ പറ്റൂല, ഈ ഹൗദ് വൃത്തികേടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു അസ്വദുമായി ഏറ്റുമുട്ടുന്നു. അങ്ങനെ അസ്വദിനെ പരാജയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഹംസ റളിയല്ലാഹു അൻഹു വന്നു. ആദ്യമായി ബദറിൽ നടന്നത് ദ്വന്ദ്വയുദ്ധമാണ്. യുദ്ധത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. യുദ്ധത്തിന് പ്രത്യേകമാകുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ അനുവാദമുള്ളൂ. ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് വരുന്ന സ്വഹാബാക്കളോട് പറയുകയാണ്, ഓ സ്വഹാബ, നമ്മളുടെ മുന്നിൽ വൃദ്ധന്മാരുണ്ട്, അവരെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. സ്ത്രീകളുണ്ട്, അവരെ ഉപദ്രവിക്കരുത്. വൃക്ഷങ്ങളുണ്ട്, അത് മുറിച്ച് കളയരുത്. കുഞ്ഞു കുട്ടികളുണ്ട്, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പോകുന്ന സ്വഹാബാക്കളുടെ മുന്നിലേക്ക് വെക്കുന്ന നിർദ്ദേശം. എന്തൊരു ഉപദേശമാണ്! ലോകം മുഴുവനും വീക്ഷിക്കേണ്ട, അനുസരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഉപദേശമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അങ്ങനെ ആദ്യമായി ബദറിൽ നടന്നത് ദ്വന്ദ്വയുദ്ധമാണ്. അതാ ഉത്തുബത്തും ഷൈബത്തും വലീദും ഇറങ്ങി വരികയാണ്. അവരുടെ കൂടാരങ്ങളിൽ നിന്നും ഉത്തുബത്തും ഷൈബത്തും വലീദും ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഓ മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ ധൈര്യശാലികളില്ലേ? ഞങ്ങളുടെ കൂടെ കളിച്ചു വളർന്ന ആളുകളില്ലേ? അവരെ പറഞ്ഞു വിടൂ, ധൈര്യം ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവർ വെല്ലുവിളിക്കുകയാണ്. അപ്പോഴാണ് അൻസ്വാരികളിൽപ്പെട്ട ആളുകൾ ഇറങ്ങിച്ചെന്നപ്പോൾ ഉത്തുബത്തും ഷൈബത്തും വലീദും പറയുന്നു, നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് മക്കയിൽ ഞങ്ങളുടെ കൂടെ നടന്ന, ഞങ്ങളോട് കളിച്ചു വളർന്ന, ഞങ്ങളെ അനുഭവിച്ചറിഞ്ഞ ആളുകളെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കും യാ ഹംസ, കും യാ ഉബൈദ്, കും യാ അലി. ഓ അലി, ഓ ഹംസ, ഓ ഉബൈദ്, നിങ്ങൾ ചെല്ലൂ എന്ന് പറഞ്ഞ് അതാ അവർ ഇറങ്ങുകയാണ്. അവർ സകല ധൈര്യവും സമ്പാദിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഉൾക്കൊണ്ട് അവരുടെ ഈമാനിന്റെ സർവ്വതും സംഭരിച്ചുകൊണ്ട് അവർ ബദറിന്റെ രണാങ്കണങ്ങളിലേക്ക് ആദ്യമായി അവർ എടുത്തു ചാടുകയാണ്. അങ്ങനെ അതാ ഉത്തുബത്തിന് എതിരെ ഉബൈദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയാണ്. ഷൈബത്തിനെതിരെ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയാണ്. വലീദിനെതിരെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ട് പടപൊരുത് തീപാർന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയാണ്. പൊടിപടലങ്ങളാൽ നിർമ്മിതമായ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വലീദിനെ വെട്ടി രണ്ട് തുണ്ടമാക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഉത്തുബത്തിനെ, ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിനെ വെട്ടിയതാ രണ്ട് കഷ്ണമാക്കുകയാണ്. ഘോരമാകുന്ന യുദ്ധങ്ങൾക്കൊടുവിൽ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പരിക്കേൽക്കുകയും ഉബൈദ റളിയല്ലാഹു താഴെ വീണപ്പോൾ ഹംസത്തുൽ കറാർ റളിയല്ലാഹു ചാടി വീണ് ഉത്തുബത്തിനെ വകവരുത്തി. അങ്ങനെ 3 പേരും അവിടെ മരണപ്പെട്ടു വീണു. അവരുടെ ജീവിതം ബദറിൽ തീർന്നു. അങ്ങനെ ഇവരതാ തിരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ദ്വന്ദ്വയുദ്ധങ്ങൾക്ക് ശേഷം മടങ്ങുമ്പോൾ അതാ ആർത്തിരമ്പുന്ന ശത്രുക്കൾക്ക് മുന്നിലേക്ക് ഇസ്ലാമിന്റെ സ്വഹാബാക്കള് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുന്ന അനുചരന്മാർ, ഹൃത്തടങ്ങളിൽ ഈമാൻ പ്രോജ്വലിച്ചു നിൽക്കുന്നവർ, അതാ അധർമ്മത്തിനെതിരെ വന്ന ശത്രു കിങ്കരന്മാർക്കെതിരെ അവരുടെ കയ്യിൽ പടയങ്കികളാൽ നിർമ്മിതമാണ്, സർവസമ്പന്നരാണവർ. പക്ഷേ അവരിലേക്ക് അതാ 313ഓളം വരുന്ന സ്വഹാബാക്കൾ, അവരുടെ കരങ്ങളിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒന്നും ഇല്ല. പട്ടുമെത്തകളാൽ കളിച്ചു വളർന്ന് വന്നവരല്ലായിരുന്നു അവർ. ത്യാഗങ്ങൾ സഹിച്ച്, വിഷമങ്ങൾ സഹിച്ച് അവർ കടന്നു വന്നവരാണ്. അങ്ങനെയുള്ള 313 സ്വഹാബാക്കൾ ബദറിലേക്ക് എടുത്തു ചാടുന്നു. ശത്രുക്കളുമായി ഘോരമായി യുദ്ധം ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള അചഞ്ചലമായ സഹായം, അതാ 5000-ലധികം വരുന്ന മലക്കുകൾ ആകാശ ലോകത്തിൽ നിന്നും അവരതാ ഇറങ്ങി വരികയാണ്. സഫ് കണക്കെ ബദറിന്റെ രണാങ്കണങ്ങളിലേക്ക്
അതാ മലക്കുകൾ ഇറങ്ങുന്നു. അങ്ങനെ മലക്കുകൾ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഘോരമാകുന്ന യുദ്ധങ്ങൾക്കൊടുവിൽ എല്ലാ ശത്രുക്കളും പരാജയപ്പെട്ടു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൃത്യമായി അറിയാം എവിടെയാണ് ആരാണ് മരിച്ചു വീഴുന്നത് എന്ന്. മുൻകൂട്ടി ബദറിൽ അടയാളപ്പെടുത്തിയ അതേ സ്ഥലത്തേക്ക് തന്നെ അബൂജഹൽ പെടഞ്ഞു വീണിട്ടുണ്ട്, ഉത്തുബത്ത് വീണിട്ടുണ്ട്, ഷൈബത്ത് വീണിട്ടുണ്ട്, വലീദ് വീണിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കൃത്യമായ സ്ഥലങ്ങളിലേക്ക് ശത്രുക്കൾ മുഴുവനും നിരംബരിശായി താഴെ വീഴുകയാണ്. അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും യുദ്ധത്തിൽ വിജയിക്കുന്നു. 70ഓളം ശത്രുക്കളാണ് ശത്രുപക്ഷത്തിൽ നിന്നും പെടഞ്ഞു വീണ് മരിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തിൽ നിന്നും 14 സ്വഹാബാക്കൾ രക്തസാക്ഷികളായി. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള മലക്കുകൾ ഹംസത്ത് ആലാഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ എന്ന് പരിചയപ്പെടുത്തിയതുപോലെ 5000-ലധികം വരുന്ന മലക്കുകൾ ഇറങ്ങി വന്ന് ശത്രുക്കളെ അതാ നിരംബരിശാക്കി അവരെ പരാജയപ്പെടുത്തി. അവസാനം ബദറിൽ വീട് കിടന്ന എല്ലാ ശത്രുക്കളെയും എടുത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് ബദറിന്റെ അരികിൽ കാണുന്ന ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളിലേക്ക് പറഞ്ഞ വാഗ്ദാനം ഇതാ ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. റബ്ബ് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം റബ്ബ് ഞങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തന്ന വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ടോ എന്ന് അതാ ശത്രുക്കളോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ അതാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരാകുന്ന ആജ്ഞാനുവർത്തികളാകുന്ന അനുചരന്മാർ അതാ വിജയം കൊയ്യുകയാണ്, വിജയം നേടിയെടുക്കുകയാണ്. 14 സ്വഹാബാക്കൾ മരിച്ചു. ഇന്ന് നമ്മൾ ബദറിൽ കാണുന്ന ആ ബദർ ശുഹദാക്കളുടെ അവിടെ 13 സ്വഹാബാക്കളുടെ ഖബറിടങ്ങൾ ഇന്ന് ബദറിൽ കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്ത ഭാഗത്താണ് ഇന്ന് ബദറിലുള്ള മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന മസ്ജിദ് ഉള്ളത്. മലക്കുകൾ ഇറങ്ങിയ മലകൾ ഇന്ന് നമുക്ക് അവിടെ കാണാം. ഹംസ റളിയല്ലാഹു അൻഹു ഹൗദ് പണിത സ്ഥലം ഇന്ന് ബദറിൽ കാണാൻ സാധിക്കും. എല്ലാ കാഫിരീങ്ങളെയും മുശ്രിക്കുകളെയും ശത്രുക്കളെയും എടുത്തിട്ട കിണറുകൾ കാണാം. അതും ബദറിൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. 70ഓളം ആളുകൾ ശത്രുപക്ഷത്തിൽ നിന്നും അതാ മരണപ്പെട്ട് വീണു. അവർ അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. 70ഓളം ആളുകളെ അതാ സ്വഹാബാക്കൾ തടങ്കലിലേക്ക് മാറ്റി അവരെ മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ്. 3 ദിവസം ബദറിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും കഴിഞ്ഞു. അവർ സന്തോഷങ്ങൾ പങ്കിട്ടു, അവർ വിജയം ആഘോഷിച്ചു. ഒടുവിൽ അവർ മദീനയിലേക്ക് പോവുകയാണ്. 70ഓളം വരുന്ന ശത്രുപക്ഷത്തു നിന്നുള്ള ആളുകളെയും കിട്ടി, അവരെയും കൊണ്ടാതാ മദീനയിൽ പോകുന്നു. കിട്ടിയ ശത്രുക്കളോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച കാരുണ്യം എത്ര വലുതാണ്. ആ കിട്ടിയ ശത്രുപക്ഷത്തിൽ നിന്നും കിട്ടിയവർ പിന്നീട് മുസ്ലിമീങ്ങളായതും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 70 ആളുകളെ തടങ്കലിലേക്ക് 70 ആളുകളെ ശത്രുപക്ഷത്തിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് എഴുത്തും വായനയും അറിയാവുന്നവരെ കൊണ്ട് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ എഴുത്തറിയാത്ത വായന അറിയാത്തവർക്ക് പഠിപ്പിക്കാനുള്ള ജോലികൾ നൽകുകയാണ്. അതിൽ ഒരു ശത്രുപക്ഷത്തിൽ നിന്നും അതാ തടങ്കലിൽ പിടിച്ചെടുക്കപ്പെട്ട ഒരു സ്വഹാബി ഒരാള് പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ സ്വഹാബി ആ സ്വഹാബി കാരൊക്കെയാണ് ഭക്ഷിക്കുന്നതെങ്കിലും എനിക്ക് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ നൽകുമായിരുന്നു എന്ന് ആ ശത്രു പിന്നീട് ചരിത്രത്തോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ശത്രുക്കളോട് പോലും നീതി കാണിച്ച പ്രവാചകൻ, ശത്രുക്കളോട് പോലും കരുണ കാണിച്ച അവിടുത്തെ ആജ്ഞാനുവർത്തികളാകുന്ന സ്വഹാബാക്കൾ ഇതാണ് ബദറിൽ കണ്ടത്. ഇസ്ലാം ഒരിക്കലും ഒരു സമരത്തിന്റെയോ യുദ്ധത്തിനെയോ ചിത്രീകരിക്കപ്പെട്ട മതമല്ല. ഞങ്ങൾക്ക് പരിശുദ്ധമാകുന്ന സ്വഹാബാക്കൾക്ക് വേണ്ടുന്ന സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി വരുന്നത് പിന്നീട് അത് യുദ്ധമായി മാറുകയാണ്. ഒരിക്കലും യുദ്ധത്തിന് വേണ്ടിയല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മദീനയിൽ നിന്നും ബദറിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ അത് പിന്നീട് ഒരു യുദ്ധമായി മാറുകയും ഇസ്ലാമിക ലോകത്ത് എന്നും ജ്വലിച്ചു നിൽക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും വെളിച്ചമായി നിൽക്കുന്ന, ഇതുവരെ ഒരു മാറ്റത്തിരുത്തലുകളില്ല. കാലങ്ങൾക്ക് മുമ്പ് ലോകങ്ങളിൽ ഒരുപാട് സമരങ്ങൾ നടക്കുകയും പിന്നീട് അത് ദുർവ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തന്നെയും ബദർ ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ബദർ ഇന്നും നല്ല രൂപത്തിൽ എല്ലാ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ഒരു റമദാനിന്റെ 16-17 ദിവസങ്ങൾ അതാ ബദറിനെ സ്മരിക്കുകയാണ്, അവർ ഓർക്കുകയാണ്. തിരുത്തലുകൾ ഇവിടെ നടന്നിട്ടില്ല. ഒരിക്കലും ഇസ്ലാം ഒരിക്കലും തീവ്രവാദമോ അല്ലെങ്കിൽ യുദ്ധത്തിനെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എപ്പോഴും ഇസ്ലാം സമാധാനത്തിന്റെ, ശാന്തിയുടെ, സൽസ്വഭാവത്തിന്റെ, സഹിഷ്ണുതയുടെ, കാരുണ്യത്തിന്റെ, ശാന്തതയുടെ, സമാധാനമാണ് ലോകത്തോട് വിളിച്ചു ഓതിയിട്ടുള്ളത്. ധർമ്മം അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ബദറിലേക്ക് വന്നത്. അനീതിക്ക് എതിരെ പോരാടാനാണ് വന്നത്. അധർമ്മത്തിനെതിരെ പോരാടാനാണ് വന്നത്. ആദർശം ഇല്ലാതാക്കാൻ വന്ന ഒരു കൂട്ടം ശത്രുക്കൾക്ക് എതിരെ തടയാനാണ് ബദറിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ബദർ മുസ്ലിമീങ്ങൾക്ക് ലോകത്തിന് പാഠമാണ്, സമാധാനത്തിന്റെ പാഠമാണ്, ക്ഷമയുടെ പാഠമാണ്, ഈമാനിന്റെ പാഠമാണ്. അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഒരിക്കലും ഒരാളും എവിടെയും വിജയിക്കുകയില്ല. ആദർശമാണ് എപ്പോഴും വലുത്, ഈമാനാണ് വലുത് എന്ന് ലോകത്തോട് വിളിച്ചോതുകയാണ് ബദർ. ബദർ നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. റബ്ബിന് അചഞ്ചലമായ വിശ്വാസം ഉണ്ട് എങ്കിൽ എവിടെയും ഒരു മുഅ്മിനും പരാജയപ്പെടുകയില്ല എന്ന മഹിതമായ സന്ദേശമാണ് ലോകത്തോട് ബദർ വിളിച്ചോതുന്നത്. അനുസരണയാണ് വിളിച്ചോതുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, വീടുകളിൽ ഉണ്ടാകുന്ന ഫാമിലി ഇഷ്യൂസുകളുടെ പേരിൽ ആത്മഹത്യകളിലേക്ക് മനുഷ്യ സമൂഹം കുപ്പുകുത്തി പോകുമ്പോൾ അവിടെ ബദർ നൽകുന്ന പാഠമുണ്ട്. എത്ര പ്രയാസങ്ങൾ വന്നാലും, മല പോലെ മനസ്സിലേക്ക് പ്രയാസങ്ങൾ അടിച്ചു വീശിയാലും റബ്ബുൽ ഇസ്സത്താകുന്ന അള്ളാഹുവിന് അചഞ്ചലമായ ഈമാൻ ഉണ്ട് എങ്കിൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ള മഹിതമായ സന്ദേശമാണ് ബദർ മുസ്ലിമീങ്ങളോട്, ലോകത്തോട് വിളിച്ചോതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ കൂടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമുക്ക് വേണ്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ സഹായികൾ, സഹകാരികൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു തആല ഒരുമിച്ച് തരുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.